സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 10 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. മറ്റു വിവരങ്ങൾ? സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാകുന്നത്. 4 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എറണാകുളം, ഇടുക്കി, ഒപ്പം തന്നെ മലപ്പുറം, കോഴിക്കോട് ജില്ലയ്ക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മറ്റ് 10 ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലയ്ക്കും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ 22, 23, 24 ദിവസങ്ങളിലും അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 5 ജില്ലകൾക്കാണ് 22-ാം തീയതി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഓറഞ്ച് മുന്നറിയിപ്പാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകൾക്കാണ് അന്ന് ഓറഞ്ച് അലർട്ട് ഉള്ളത്. മറ്റെല്ലാ ജില്ലയ്ക്കും യെല്ലോ അലർട്ടുമായിരിക്കും. അനഘ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് മലയോര മേഖലകളിൽ കനത്ത മഴ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ശക്തമായ കാറ്റും വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം ശക്തമാക്കിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയ്ക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും നൽകിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഡാമുകളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്നതിനാൽ അത്തരത്തിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പും ഈ മണിക്കൂറിൽ തുടരുന്നുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ 24 വരെ മത്സ്യബന്ധനത്തിന് പാടില്ല എന്ന വിലക്ക് കൂടി ഈ ഘട്ടത്തിൽ തുടരുകയും ചെയ്യുകയാണ്. കൂടാതെ തന്നെ 20 മുതൽ 24 വരെ ലക്ഷദ്വീപ് തീരങ്ങളിലും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വേഗത്തിൽ അതിശക്തമായ കാറ്റിനും മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാലും അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് സംസ്ഥാനത്ത് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ അതിശക്തമായ കാറ്റിനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രത തുടരണമെന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. എന്തായാലും തുലാവർഷം സംസ്ഥാനത്ത് ശക്തി പ്രാപിക്കുകയാണ്. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.